പ്രൈസ് ദി ലോർഡ്. ധന്യനായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. വെണ്ണിക്കുളം സഭയുടെ കർത്താവിൻ്റെ ദാസനും വെണ്ണിക്കുളം സഭയ്ക്കും ഇവിടെ അതേ പ്രൈസ് ദി ലോർഡ് സ്വസ്ഥിരമാകുന്ന സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും എൻ്റെ വിനീതമായ വന്ദനം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മധ്യത്തിൽ ആമേനെ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒരു നന്ദിയോടുകൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ദുഃഖസമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ച വെണ്ണിക്കുളം ഗോസ്പൽ സെൻ്ററിനും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ആമേനെ എൻ്റെ ഹൃദയംഗമായ രീതിയിലും എൻ്റെ കുടുംബത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് കുടുംബത്തിൻ്റെ സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങളുടെ ദുഃഖം പാതി മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കഷ്ടപ്പെട്ടു പോകുമായിരുന്നു, ഞങ്ങൾ തകർന്നു പോകുമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഭയങ്കര കോട്ടയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന് എൻ്റെ കൂടെ ഒത്തിരി നേരം ദുഃഖത്തോടും കരച്ചിലോടും കൂടെ ആയിരുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ വരുമെന്ന്. പക്ഷേ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തികയ്ക്കേണ്ടതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് ഏറ്റവും നല്ല ഉചിതമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കഴിഞ്ഞ മാസം ഞങ്ങൾ സന്തോഷത്തോടുകൂടെ കുഞ്ഞുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. ഒറീസയിൽ നിന്ന് അവൻ ഓടിച്ചുകൊണ്ടാണ് വന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല കർത്താവ് അവന് ട്രാൻസ്ഫർ കൊടുക്കുമെന്ന്. ഒത്തിരി പട്ടിണിയും ഒത്തിരി ദുഃഖവും ഒത്തിരി രോഗവും ഒക്കെ അനുഭവിച്ച ഒരു മോനാണ് അവൻ. എൻ്റെ പിതാവിനെ പോലെ ഇരിക്കുന്ന ആ മകനെ, അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദപിള്ള എന്നാണ്, സബ് ഇൻസ്പെക്ടറായിരുന്നു. അത്ര ഹൈറ്റും അത്ര സുന്ദരനുമായിരുന്നു. 4 മരണത്തിൽ നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവനെ എടുത്തത്. പക്ഷെ 5ാമത്തെ മരണത്തിൽ അവനെ കൊണ്ടുപോയി. ഈ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഒരു പാട്ട് പാടുമായിരുന്നു. സ്വർഗരാജ്യത്ത് ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിറ്റുപോയപ്പോൾ നീറിയോ ശങ്ക കൂടാതെ. പാടാം, നമുക്ക് സന്തോഷത്തോടെ പാടാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഗ്ലാഡിസ് സ്റ്റെയിൻസിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. തിമോത്തിയോസും ഫിലിപ്പും മരണത്തിന്റെ മുൻപിൽ പോകുമ്പോൾ അവര് ഒരു പാട്ട് പാടുമായിരുന്നു. പേർ വിളിക്കും നേരം കാണുവൻ പേര്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ പ്രത്യാശയില്ലാത്ത കുഞ്ഞുങ്ങളല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ പ്ലാനാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ ആന്റി എന്റെ മുമ്പിൽ ഇരുന്ന് ധൈര്യത്തോടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരെ കുറിച്ചായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ 25 വർഷം പ്രസംഗിച്ചത്. എന്നാൽ എനിക്കും ആ വേദനയോടുകൂടെ എനിക്കും ഇനിയും കർത്താവിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ത്രൂഔട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഇമ്മാനുവൽ KV എന്ന് പറഞ്ഞ കർത്തൃദാസന്റെ പാട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. വേറെ പാട്ടുകൾ വെക്കത്തില്ല. ഒരു സ്വർഗീയ രഥം പോന്ന പോലാണ് ആ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്നത്. ഒന്ന് പാളത്ത് പോലുമില്ല. എന്നോടും മമ്മിയോടും പറയും, നിങ്ങൾ ഉറങ്ങിക്കോ. ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കണ്ണു തുറന്നു നോക്കും. അദ്ദേഹം ഉറങ്ങത്തില്ല. 1750 കിലോമീറ്റർ വണ്ടി നിർത്താതെ ഓടിച്ച് ഒറീസയിൽ കൊണ്ടുപോയ ഒരു മകനാ. അത്രയ്ക്കും കരുത്ത് ദൈവം കൊടുത്തിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, ഒരു പോസ്റ്റർ കണ്ട്, പപ്പ ഷാജി അങ്കിളും ഇമ്മാനുവൽ KVയും പ്രസംഗിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്,
എന്നെ കൂടെ ഷാജിയങ്ങളുടെ കൂടെ വിടണം. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും മോനെന്തിനെ വിഷമിക്കുന്നേ, ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ചുഴനയിൽ പോയി ഇമ്മാനുവൽ കേവിയെ കണ്ട് അവിടെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അവിടെ വെച്ച് എൻ്റെ മകനൊരു പ്രവചനം കിട്ടി. സ്റ്റീവേ, നീ ഇനി എങ്ങും സ്ട്രക്കാകത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ക്യാബിൻ ക്രൂവിന്റെ പഠിത്തം കഴിഞ്ഞ ഒരു മകനാ, ബാംഗ്ലൂരിൽ വിട്ടു. ഇദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. ഒരു ഒറീസ എന്ന് പറയുന്നത് കുഗ്രാമമാ, ബാംഗ്ലൂർ എന്ന് പറയുന്നത് വലിയൊരു പട്ടണമാ. അവിടെ ചെന്നിട്ടും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞ് കാണിക്കാണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം, മോന് കഷ്ടമാണോ അവിടെ? അപ്പം ധാരധാരിയായിട്ട് കടന്നിരിങ്ങനെ വീഴുകയാണ്. ഞാൻ പറഞ്ഞു, മോനിഞ്ഞ് പോരെ. ഞാനും അവനും ഒത്തിരി നേരം കരഞ്ഞു. അവൻ സന്തോഷത്തോടെ പെട്ടിയൊക്കെ എടുത്തു വെച്ചിട്ടാണ് എന്നെ കരഞ്ഞ് കാണിച്ചത്. അവനെ വേഗം ഇഞ്ഞ് പോകുന്നു. ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു വാഹനം, 6 പേര് യാത്ര ചെയ്യുന്ന ഒരു ചെറിയ വാഹനം ദൈവം തന്നു. അപ്പൊ അതിന്റെ സാരഥിയായിരുന്നു അദ്ദേഹം. കടുവകളും ആനകളും ഒക്കെ ഉള്ള വലിയ കാട്ടിലൂടെ ധൈര്യത്തോടു കൂടെയാണ് എന്നെയും അവൻ്റെ മമ്മിയെയും പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, ഞാനില്ലേ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കരുത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ ആഗ്രഹങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പൊ എനിക്കറിയത്തില്ല, ഇദ്ദേഹം പലപ്പോഴും മമ്മിയോട് പറയും, മമ്മി ഞാൻ നേരത്തെ പോകും കേട്ടോ, അപ്പോ നിങ്ങളെക്കാട്ടിലേക്ക് മുൻപേ ഞാനായിരിക്കും പോകുന്നത്. അവൻ ജിജി ഇത് കേട്ടിട്ട് ഒത്തിരി പ്രാവശ്യം അപ്സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കടന്നു വന്നപ്പോ പോകേണ്ട സമയം അടുത്തു. 29-ാം തീയതി തിരിച്ചു പോകുന്ന ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. അപ്പോഴാണ് ലൈൻമാൻ വന്ന് പറഞ്ഞത്, നിങ്ങളുടെ ആ മഹാഗണിയും ആ വാഗമരവും പെട്ടെന്ന് വെട്ടണം, വലിയ കാറ്റടിക്കുമ്പോൾ ലൈനിലേക്ക് വീഴും. അങ്ങനെ ഞങ്ങള് വെട്ടുകാരെ നോക്കി കുറച്ച് ദിവസം അങ്ങനെ വെട്ടി അത് താഴെയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം കയറി വരുന്നത്. നമുക്കറിയാം, ഒരു കപ്പല് കൊച്ചി തുറമുഖത്ത് വെച്ച് മറിഞ്ഞു. അതിന്റെ കണ്ടെയ്നർ ഒഴുകി പല സ്ഥലങ്ങളിലും പോയി. തോട്ടപ്പള്ളിയിൽ ചെല്ലുമെന്നുള്ള പേടി കാരണം അവർ ആ പൊഴി മുറിച്ചില്ല. അത് കാരണമാണ് ഈ വെള്ളം പൊങ്ങാനുള്ള സാധ്യത. അല്ലെങ്കിൽ അത്രയും വെള്ളം പൊങ്ങത്തില്ല. അപ്പോൾ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന് വലിയ പ്ലാനുകളാണ് നടക്കുന്നത്. നമുക്കറിയില്ല. ഞങ്ങൾ വിചാരിച്ചു വെക്കേഷന് വേണ്ടി വന്നതായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങളുടെ മകനെ യാത്ര അയക്കാനാണ് വന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അമേൻ. ഞങ്ങൾ സന്തോഷത്തോടു കൂടെയാണ് യാത്ര അയച്ചത്. മറ്റെടുത്തും അങ്ങ് അല്ലല്ലോ. കർത്താവപ്പച്ചൻ തന്നു, കർത്താവപ്പച്ചൻ്റെ കയ്യിലോട്ട് തിരിച്ചേൽപ്പിക്കുകയല്ലയോ. കുറച്ചുകൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞ് 23 വയസ്സ് വരെ നിനക്ക് ഞാൻ തന്നിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാള് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കിടയായി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിടുമെന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പാടിയ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു എക്സ്പീരിയൻസിലൂടെ പാടാനൊരു കൃപ ദൈവം തന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ മുറിച്ചത് മറ്റുള്ളവരെ മുറിഞ്ഞവരെ മുറിവ് കിട്ടുവാനാണെന്ന് എനിക്കറിയാം. ഞങ്ങളെ തകർന്നു കിടക്കുന്നവരെ പണിയാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ കർത്താവ് ദോഷമായിട്ട് ഇന്ന് വരെ എന്നോട് ഒന്നും ചെയ്തിട്ടില്ലെന്നേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് എനിക്ക്, ഞാൻ ചോദിച്ചു, 3 മക്കളെ ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം പ്രാർത്ഥനയെ കഴിഞ്ഞു പോയപ്പോൾ ചെറിയ കുഞ്ഞാണ്. ഞങ്ങളൊരു ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതം പുറത്തു പോകുന്നതിന് മുമ്പ് പറഞ്ഞ്, നിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനെ എൻകൗണ്ടർ ചെയ്തു. 3 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര ആസ്മയായി. അവനെയും കൊണ്ട് ഞങ്ങൾ ഓടുകയാണ്. 15 ദിവസം വീട്, 15 ദിവസം ഹോസ്പിറ്റൽ, 15 ദിവസം ഹോസ്പിറ്റൽ, 15 ദിവസം വീട്. പലപ്പോഴും ഡോക്ടറുടെ അടുക്കൽ ആ കുഞ്ഞിരിക്കുമ്പോൾ ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് കൊടുക്കാൻ ഡോക്ടറെ പൈസയില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഡോക്ടറോട് ഞാൻ കടം പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം ഡോക്ടർ, എൻ്റെ കയ്യിൽ പൈസയില്ല. ആ കുഞ്ഞ് വളരെ സുന്ദരനായ ഒരു കുഞ്ഞായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, അവനെ എനിക്ക് വേണം. ആമേൻ. ഹല്ലേലൂയ. അവനെ ഞാൻ നോക്കിക്കോളാം. ദൈവത്തിന് സ്തോത്രം. അവനോട് പോകുമ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ വണ്ടിക്ക്, എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ റിഫ്ലക്റ്റർ വന്നിട്ട് 2-3 സെക്കൻഡ് എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അതിന് എൻ്റെ മോൻ പറഞ്ഞു, പപ്പയ്ക്ക് ഞാൻ വേറൊരു കാര്യം ചെയ്തു തരാം, കാറിൽ ഒരു സെറാമിക് കോട്ടിങ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് 3 മണിക്കൂർ ആ സെറാമിക് കോട്ടിങ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു.
വണ്ടി കൊണ്ട് തിരിച്ചു വന്നു. വീട്ടിലിരുന്ന് ആ കൂടെ പോയ അവൻ്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും താറാവ് ഇറച്ചിയുള്ള ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോയി. മമ്മി പറഞ്ഞു, മോനെ വേഗം വരണം, അമ്മേൻ താമസിക്കരുതെന്ന് പറഞ്ഞ് വേഗം വരാൻ മമ്മി എന്നും പറഞ്ഞ് പോയതാണ്. 1 മണിയായപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് നമുക്ക് വള്ളത്തിൽ മീനിൻ്റെ വല പൊക്കാനായിട്ട് പോകാം. അങ്ങനെ അവർ 1.5 കിലോമീറ്റർ ഒരു പുഴ കടന്ന് അപ്പുറത്തെ റോഡ് ചെന്നു. അതിനെ ആ റോഡിൽ ഇറക്കിയിട്ട് അവർ ആ വല പൊക്കാനായിട്ട് പോയതാണ്. പക്ഷെ മോന് അവിടെ മുനിസിപ്പാലിറ്റി കുഴിച്ച ഒരു ഭയങ്കര കുഴി ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ. അതറിയത്തില്ലായിരുന്നു, നീന്തൽ അറിയാൻ വയ്യാത്തത് കൊണ്ട് അവിടേക്ക് പോവുകയായിരുന്നു. 2 മണിയായപ്പോൾ ആൾക്കാർ ഞങ്ങൾക്ക് ന്യൂസ് കിട്ടി. ഞാൻ ഇറങ്ങി ഓടി ആൾക്കാരെല്ലാം വിളിച്ചിട്ട് അവിടെ ചെന്ന് ചാടി. എനിക്ക് നീന്തൽ അറിയാം, മുങ്ങാൻ അറിയാം. ഞാൻ കുറേ മുങ്ങി. പക്ഷെ അവിടെ ഒന്നും കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല. അവിടുന്ന് സ്കൂബ ഡൈവിങ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അങ്കിളും ആൻറ്റിയും പോയിക്കോ, ഞങ്ങൾ ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. അരമണിക്കൂറായപ്പോൾ എൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരം അവർ കൊണ്ടുവന്നത് കാണാൻ അമ്മ തകർച്ചയോടെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് ദൈവം ഒരു ധൈര്യം തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതും നമ്മൾ പ്രസംഗിക്കുന്നവരാണ് നിത്യതയെക്കുറിച്ച്. ഇത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ പോലെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് തകരാനല്ല ദൈവം നമ്മളെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. അല്പസമയം നമ്മളും കൂടെ അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നമ്മൾ കാണും. നമ്മുടെ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, എനിക്കറിയാം. അവരോട് ഞാൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നിരാശപ്പെടാൻ പാടില്ല. സ്തോത്രം. വില്യം കേറി എന്ന കർത്താവിൻ്റെ ദാസൻ ബ്രിട്ടനിൽ നിന്ന് 1787 പ്രൈസ് ദി ലോർഡ് കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ജ്വരം, കുഞ്ഞുങ്ങൾക്ക് ജ്വരം പിടിച്ച് ആ ദൊറോത്തി ഭ്രാന്തിയായി മാറി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കടന്നു വന്ന സാഹചര്യം സതി കണ്ടിട്ട് ഭാര്യമാര് ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ ഭാര്യമാരെ പിടിച്ച് തള്ളിയിടുന്ന ആ സതി കണ്ടിട്ട് ദൊറോത്തിക്ക് ഭ്രാന്തായി. ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസിയെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് ഈ കർത്തൃദാസൻ ബൈബിൾ പ്രിന്റിങ് ആരംഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരിച്ചപ്പോൾ അടക്കാൻ ആഹാരമില്ല. ആ മിഷണറി കഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഒറ്റയ്ക്ക് ശവക്കുഴി തോണ്ടി തൻ്റെ കുഞ്ഞിനെ അവിടെ മറവ് ചെയ്തു. എന്നിട്ടും ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഒന്നും തകർക്കാൻ സാധിക്കത്തില്ല. മക്കളുടെ മരണം തകർക്കാൻ പറ്റില്ല. നിനക്ക് തന്നിരിക്കുന്ന കോഴ്സ്, നിനക്ക് തന്നിരിക്കുന്ന ഓട്ടം, പ്രൈസ് ദി ലോർഡ്, അത് തകർക്കാൻ പിശാചിന് സാധ്യമല്ല. നിനക്ക് തന്നിരിക്കുന്ന മിനിസ്ട്രിയെ തകർക്കുവാൻ സാധ്യമല്ല. നിന്റെ ലക്ഷ്യത്തെ തകർക്കുവാൻ സാധ്യമല്ല. നിന്റെ പ്രൈസ് ദി ലോർഡ് ഓട്ടം തീർന്നിട്ടേ, നീ ദൈവകൃപയുടെ അനുഭവങ്ങൾ കണ്ടിട്ടേ, ദൈവം നിന്നോട് പറഞ്ഞ പ്രോമിസുകൾ കണ്ടിട്ടേ പ്രിയ ദൈവവൈതലേ നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു ചിത്ര തയ്യലുള്ള വസ്ത്രം നിനക്ക് വേണ്ടി ധരിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി നെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോസഫേ, നീ അസാധാരണക്കാരനാണ്, നീ അസാധാരണ വിളിയുള്ളവനാണ്. അസാധാരണ ദർശനം കാണുന്നവനാണ്. നിന്റെ ദർശനത്തെ തകർക്കുവാൻ ഈ ലോകത്തെ ഒരു വസ്ത്രത്തിനും സാധ്യമല്ല, ഒരു മരണത്തിന്റെ വസ്ത്രത്തിനും സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് സഭയെ പ്രൈസ് ദി ലോർഡ് നഷ്ടപ്പെട്ടവരെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അപ്പൻ നിനക്ക് വേണ്ടി ഒരു വസ്ത്രം തയ്ക്കുന്നുണ്ട്. നീ ഇതുവരെ കാണാത്ത ഒരു വസ്ത്രം തന്റെ മകന് വേണ്ടി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. യോസഫിന് അത് ഇട്ടുകൊടുത്തപ്പോൾ ജ്യേഷ്ഠന്മാർക്കെല്ലാം അസൂയ തോന്നി. അതെ, പ്രൈസ് ദി ലോർഡ്. നല്ല കൃപ കിട്ടുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടും. പക്ഷേ അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യോസഫേ, നീ ദർശനം കണ്ടിട്ടാ ഈ വസ്ത്രം നിനക്ക് കിട്ടിയത്. യോസഫേ, നീ പ്രാർത്ഥിച്ചിട്ടാ ഈ വസ്ത്രം നിനക്ക് കിട്ടിയത്. നീ കരഞ്ഞിട്ടാ ഈ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചത്. നിന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടാണ് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത്. ആരും ഇടാത്ത ഒരു വസ്ത്രമാണ് നിനക്ക് ധരിച്ചിരിക്കുന്നത്. ആരും ഇടാത്ത കളറുള്ള മനോഹരമായ വസ്ത്രമാണ് ദൈവം നിന്നെ ധരിപ്പിച്ചതെന്ന കാര്യം നീ മറന്നു പോകരുത്. പക്ഷെ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 37:3 യോസഫ് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട്
ഇസ്രായേൽ അവനെ എല്ലാവരിലും വെച്ച് സ്നേഹിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവനെ ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. അലങ്കാരമായ, ഏറ്റവും മനോഹരമായ, മറ്റു മക്കൾക്ക് കിട്ടാത്ത ഒരു വലിയ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ആമേൻ ബെസലേല് ഇരുന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചിത്രത്തയ്യലുള്ള വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സമാഗമന കൂടാരത്തിന്റെ ചിത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആമേൻ ഈ വെണ്ണിക്കുള സഭയ്ക്കകത്തുനിന്ന് ചില ആമേൻ ചെറുപ്പക്കാരെ ദൈവം കണ്ടിട്ടുണ്ട്. പകൽക്കാലം സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ മക്കൾ തകരത്തില്ല, നമ്മുടെ മക്കൾക്ക് ദീർഘായുസ് ഉണ്ടാകും, അവരെ തകർക്കുവാൻ കഴിയത്തില്ല. എന്റെ മകന്റെ ആയുസ് ദീർഘായുസ് 23 വർഷമേ ഉള്ളായിരുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ മക്കൾക്ക് അവർക്കുള്ള ദീർഘായുസ് കൊടുക്കുവാൻ വിശ്വസ്തനാണ്. അവരെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ദൈവവൈതലെ നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ജ്യേഷ്ഠന്മാരെല്ലാം കൂടി അവന്റെ വസ്ത്രം പറിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതാണ് ജോസഫിന്റെ അങ്കി. അപ്പൻ തയ്ച്ചു കൊടുത്തതല്ലേ. അപ്പൻ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ പറയട്ടെ, അധിക നാൾ അപ്പന് കരയേണ്ടതായിട്ട് വരത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോസഫ് അവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ് പോയി. കാരണം നിന്റെ ദേഹത്ത് വീണ അങ്കി അതിന് വലിയ വിലയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നിന്റെ വസ്ത്രം പറിച്ചെടുക്കാൻ നോക്കിയാലും പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് അവൻ നിന്നെ നിർത്തിയത് ദൈവമാണ്. നീ വിശ്വസ്തനായി നിന്നാൽ, നിന്റെ വസ്ത്രം നീ സൂക്ഷിച്ചാൽ, നിന്നെ തൊടാതെ അവൻ നിനക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വസ്ത്രത്തിലേക്ക് ചവിട്ടുപടി കയറി നീ പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സഭയോട് ദൂതായി വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഈ വസ്ത്രം കിട്ടിയത് നിന്നെ പ്രൈസ് ദി ലോർഡ് ഒരു അടിമയുടെ വസ്ത്രം ധരിപ്പിച്ച് നിന്റെ വിളിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ നോക്കിയാൽ നീ അതിൽ പെട്ടുപോകരുത്. അടിമയുടെ വസ്ത്രമല്ല ദൈവം നിനക്ക് തരാൻ വെച്ചിരിക്കുന്നത്. രക്തം നിറഞ്ഞ വസ്ത്രമല്ല തന്റെ തലമുറയ്ക്ക് അവൻ തന്റെ പിതാവിന് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണണമെങ്കിൽ കുറച്ചുകൂടെ കഷ്ടങ്ങളിലേക്ക് ഇറങ്ങി പോകണം. കാരണം 40 ഭാഷയിൽ ഈ ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ വില്യം കേരിയെ ദൈവം കരങ്ങളിൽ എടുത്തെങ്കിൽ ഈ സഭയെ, ഈ ശുശ്രൂഷകരെ കരങ്ങളിൽ എടുക്കുവാൻ ദൈവത്തിന് ചിലത് ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുണ്ടറയ്ക്കകത്ത് കൊണ്ടിട്ടു ജയിൽ വസ്ത്രം ഇട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിശാച് ചോദിക്കുന്നു, ഇതാണോ നിന്റെ വസ്ത്രം? ഇതാണോ ദൈവം പറഞ്ഞ വസ്ത്രം? ആമേൻ. അല്ല. ആദമേ, ഇതാണോ നിന്റെ വസ്ത്രം? ദ്രവത്വമുള്ള വസ്ത്രമാണോ നിനക്ക് കിട്ടിയത്? അദ്രവത്വത്താൽ നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദ്രവത്വം എന്ന മരണം നിന്റെ ശരീരത്തിനകത്ത് കയറിയെങ്കിൽ ആ ദ്രവത്തെ തകർക്കുന്ന, പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന, അന്ധകാര ശക്തികളെ തകർക്കുന്ന, മരണാധികാരിയെ പിടിച്ചു കെട്ടുന്ന എന്റെ യേശുവിന്റെ വസ്ത്രം, പുനരുത്ഥാനത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ തിരിച്ചു വരൂ. അവൻ വിളിക്കുമ്പോൾ കല്ലറയിൽ ഇരിക്കുന്നവർ അവന്റെ ശബ്ദം കേട്ട് അവൻ തേജസ്സോടെ ഉയർക്കുന്ന ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജയിൽ വസ്ത്രം മാറ്റി നിന്റെ അവൻ നേർമയുള്ള വസ്ത്രം ധരിക്കുവാൻ സമയമായിരിക്കുക. ഫറവോന്റെ കയ്യിൽ, ഫറവോന്റെ തയ്യൽ കടയിൽ രാജാക്കന്മാർ മാത്രം തയ്ക്കുന്ന പ്രൈസുള്ള തുണിക്ക് നിന്റെ ദേഹത്തോട്ട് വീഴാൻ പോവുകയാ. നിന്റെ മക്കളുടെ ദേഹത്തോട്ട് വീഴാൻ പോകുകയാ. ആ വസ്ത്രം ആർക്കും പറിച്ചെടുക്കുവാൻ സാധ്യമല്ല. പോത്തിഫറിന്റെ ഭാര്യ എന്ന സാധാന്യ സ്ത്രീ വിചാരിച്ചാലും നിന്റെ വസ്ത്രത്തെ തകർക്കുവാൻ സാധ്യമല്ല. കാരണം ഈ വസ്ത്രം തരുന്നത് മഹാരാജാവാണ്, രാജാതി രാജാവാണ്. അവൻ നമുക്ക് പ്രതിഫലം തരുവാൻ അവൻ കടന്നു വരുന്നുണ്ട്. പ്രിയരെ, ശക്തമായി ദൈവത്തിൽ വിശ്വസിച്ചോ. ഹല്ലേലൂയ. പ്രിയ പിതാവും 2 മക്കളും മരിച്ചപ്പോൾ എന്റെ മുമ്പിൽ നിന്ന് ആമേൻ ആത്മീക ബലത്തോട് സംസാരിച്ച ഗ്ലാഡിസ് ആന്റിയാണ് എന്റെ ഉദാഹരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവരെ അവിടെ പോയി കാണും. അവർ കർത്താവിന്റെ സന്നിധിയിലുണ്ട്. എന്റെ കുഞ്ഞിനെ കാണുവാൻ കർത്താവ് സഹായിക്കും. പക്ഷെ പ്രൈസ് ദി ലോർഡ്, ഇവിടെയുള്ള ആമേൻ പ്രൈസ് ദി ലോർഡ് ഓരോരുത്തരോടും വ്യക്തിപരമായും ഒരു നോർത്ത് ഇന്ത്യയിലെ എളിയ മിഷണറി എന്ന നിലയിലും പറഞ്ഞാൽ തീരാത്ത കടപ്പാട് ഈ സഭയോട് ഞങ്ങൾക്കുണ്ട്.
കഴിഞ്ഞ നാളുകളിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ വരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയ സുഹൃത്ത്, സതീർത്ഥ്യൻ, ജ്യേഷ്ഠ സഹോദരൻ, പ്രൈസ് ദി ലോർഡ്, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അങ്ങയുടെ കുടുംബം കാണിച്ച, അങ്ങയുടെ സഭ കാണിച്ച സ്നേഹം ആമേൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ എളിയവനെ ഓർത്ത് ആമേൻ നിങ്ങൾക്കറിഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നല്ല ഗാനങ്ങൾ പാടിയ അഭിഷക്തന്മാരെ നിങ്ങളെ ഞാൻ മറക്കത്തില്ല. പ്രിയ പപ്പ, പ്രൈസ് ദി ലോർഡ്, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, ഞങ്ങൾ മറക്കുകയില്ല നിങ്ങളെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർത്താവിൻ്റെ ദാസൻ എനിക്ക് പുറകെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് തരും. അതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കാതെ എൻ്റെ വാക്കുകൾ ഇവിടെ ഞങ്ങൾ ഉപസംഹരിക്കുന്നു. 18-ാം തീയതി തിരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒറീസയിൽ സജീവമായി തീരുവാൻ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കരങ്ങളിൽ വഹിക്കുമല്ലോ. പ്രിയ ജിജിയും ജിജിയുടെ മമ്മിയും അതുപോലെ എൻ്റെ മക്കള്, പ്രൈസ് ദി ലോർഡ്, 4 പേരും ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.